So good morning. എൻ്റെ പേര് അഖിൽ ജിത്ത് എന്നാണ്. ഞാൻ ഒരു ACCA ട്യൂട്ടറാണ്. മെയിൻലി റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് പേപ്പേഴ്സാണ് എടുക്കുന്നത്. സോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SBRലെ വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ അല്ലെങ്കിൽ ഒരു ഹോട്ട് ടോപ്പിക്കാണെന്ന് പറയാം. ദാറ്റ് ഇസ് ദ കറണ്ട് ഇഷ്യൂസ് ആൻഡ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് കറണ്ട് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് ഇഷ്യൂസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വെൻ SBRന് മുമ്പേ നമ്മുടെ P2 എന്ന ഈ ഒരു പേപ്പറിനെ വിളിച്ചുകൊണ്ടിരുന്നത് ദാറ്റ് ഇസ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ്. കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ആയിരുന്ന സമയത്ത് ആക്ച്വലി 25 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് there was actually 3 questions. ആ 3 questions we had an option to write 2. ആ 3ൽ നിന്നും ഏതെങ്കിലും 2 ചൂസ് ചെയ്യാം. അത് ആ 2 ക്വസ്റ്റ്യൻ പ്ലസ് ദാറ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻ അതാണ് നോർമലി ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ 3 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഈ 3 25 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ളതിൽ normally always third question will be of current issues. Third question ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കറണ്ട് ഇഷ്യൂസ് ആയിരുന്നു. ആൻഡ് ഈ കറണ്ട് ഇഷ്യൂസ് കംപ്ലീറ്റ് 25 മാർക്സിന് മുമ്പ് P2 അതായത് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് പേപ്പർ ആയിരുന്ന സമയത്ത് എൻറ്റയർ 25 മാർക്കിന് കറണ്ട് ഇഷ്യൂസ് ചോദിക്കുമായിരുന്നു. ഓക്കെ, സോ ദാറ്റ് എന്താ പറയുക, സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു മോശമായുള്ള കാര്യം അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് ഇഷ്യൂസ് asked for 25 marks in the professional paper. But അതിനൊരു ഗുഡ് സൈഡും ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് കണ്ടിരുന്നത് ദാറ്റ് വാസ് ദാറ്റ് ഇത് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 99% സ്റ്റുഡൻസും വിൽ നോട്ട് അറ്റൻഡ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും അവോയ്ഡ് ചെയ്യായിരുന്നു. സോ വാട്ട് ദേ ഡു ഈസ് ദാറ്റ് ദേ ആക്ച്വലി കറണ്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് കവർ ചെയ്യാതെ ആയിരിക്കും പോകുന്നത്. ബിക്കോസ് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇത് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും 50 മാർക്കൊന്നും ചോദിക്കത്തില്ല, 25 മാർക്ക് ക്വസ്റ്റ്യനിലായിരിക്കും ഈ ഒരു കറണ്ട് ഇഷ്യൂ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ യൂസ് ടു സ്കിപ്പ് ഇറ്റ്. സോ ആ ഏരിയ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും, കറണ്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു ഏരിയ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും സ്റ്റുഡൻസ് എക്സാമിന് പോകുന്നത്. ബട്ട് ഇപ്പം പേപ്പർ കൺവേർട്ട് ആയി. പേപ്പർ നൗ നമ്മളെ പേപ്പറിനെ P2 എന്നോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് എന്നോ അല്ല പറയുന്നത്, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് SBR. സോ SBR പേപ്പറിൽ ഇപ്പം ആക്ച്വലി എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. 3 questions, 150 മാർക്ക് ആൻഡ് 25 മാർക്ക് ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ ആൻഡ് ദാറ്റ് 25 മാർക്ക് ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ ബി കമ്പൽസറി. ആൻഡ് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് ഇഷ്യൂസ് വിൽ ബി ടെസ്റ്റഡ് വെദർ ഇറ്റ് ഇസ് ഫോർ SBR ഓർ എനി അതർ പ്രൊഫഷണൽ ലെവൽ പേപ്പർ. കറണ്ട് ഇഷ്യൂസ് എന്തായാലും ടെസ്റ്റ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക് വരുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്യുക. ഫൈൻ. സോ കറണ്ട് ഇഷ്യൂസ് ദാറ്റ് വിൽ ബി ടെസ്റ്റഡ് ഇൻ എവറി പ്രൊഫഷണൽ ലെവൽ പേപ്പർ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സ്റ്റുഡൻസിന് ഈ കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി ദ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് വിൽ ബി കമ്പൽസറി. നോർമലി SBRൽ നോക്കുകയാണെങ്കിൽ SBRൽ അറൌണ്ട് 8 to 12 മാർക്സ് 8 to 12 മാർക്സ് ഓക്കെ. സോ 8 to 12 മാർക്സ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ കറണ്ട് ഇഷ്യൂസ് ആയിരിക്കും. ആൻഡ് ആസ് യു നോ കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എനിവേ ഇറ്റ് വിൽ ബി ടെസ്റ്റഡ്. സോ 8 to 12 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ക്രൂഷ്യൽ. എസ്പെഷ്യലി അപ്പോൾ ഈ കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ടോപ്പ് മാർക്ക് നേടാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ 8 to 12 മാർക്സ് വെരി ക്രൂഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ പാസിന് വേണ്ടി, അതായത് 50 മാർക്കിന് വേണ്ടി എഴുതുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു പാസ് ക്രൈറ്റീരിയ എത്താൻ വേണ്ടി ഒരു സ്ട്രൈവ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ഒരു 8 to 12 മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സോ ഇപ്പം SBRലുള്ളൊരു ഈ ഒരു പെർട്ടിക്കുലർ കറണ്ട് ഇഷ്യൂ SBRലേക്ക് വന്ന സമയത്ത് സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നല്ല കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പത്തെ പോലെ 25 മാർക്കിന് ചോദിക്കത്തില്ല, മാക്സിമം 12 മാർക്ക്, അതിൽ കൂടുതൽ ചോദിക്കത്തില്ല ഫ്രം കറണ്ട് ഇഷ്യൂസ്. അതാണ് ഒരു ഗുഡ് തിങ് എന്ന് പറയുന്നത്. ഒരു ബാഡ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം കമ്പൽസറി ആണ്. എന്തായാലും കറണ്ട് ഇഷ്യൂസ് പഠിച്ചേ പറ്റത്തുള്ളൂ. കറണ്ട് ഇഷ്യൂസ് എന്തായാലും ടെസ്റ്റ് ചെയ്യും, വെദർ ഇറ്റ് SBR ഓർ എനി പ്രൊഫഷണൽ ലെവൽ പേപ്പർ. ബിക്കോസ് നോർമലി ഈ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്നത് തന്നെ നമ്മളൊരു സ്ട്രാറ്റജിക് ലെവലിലുള്ള ഒരു പാർട്ടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓഡിറ്റർ ആണെങ്കിൽ നമ്മൾ either ഓഡിറ്റ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഓഡിറ്റ് സീനിയറോ ആയിരിക്കും. ഇപ്പം ഓർഗനൈസേഷനിലാണെങ്കിൽ നമ്മൾ ഫിനാൻസ് ഡയറക്ടറോ അല്ലെങ്കിൽ ചെയർമാനോ കമ്പനിയുടെ CEO ആ ഒരു സ്ട്രാറ്റജിക് ലെവലിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും.
And കൂടുതലും SBR എക്സാമിൽ we need to provide actually advices to those strategic people. ആ സ്ട്രാറ്റജിക് പീപ്പിൾ നമ്മൾ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡിനകത്തുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയൊരു തരത്തിലുള്ള ട്രാൻസാക്ഷൻ കമ്പനിക്കകത്ത് നടന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് എങ്ങനെ ഡീൽ ചെയ്യണം. സോ അങ്ങനത്തെ കറണ്ട് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, കറണ്ട് ചേഞ്ചസ്, കറണ്ട് ഡെവലപ്മെന്റ്സ്, അതെല്ലാം നമ്മൾ പ്രൊഫഷണൽസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ദ വേൾഡ് ഇസ് ചേഞ്ചിങ്, ഇറ്റ്സ് സോ മച്ച് ഡൈനാമിക് ദാറ്റ് everything keeps on getting updated. സോ അത് നമ്മുടെ അക്കൗണ്ടൻസി പ്രൊഫഷനെയും അത് ഇമ്പാക്ട് ചെയ്യും. സോ വേൾഡ് ചേഞ്ച് ആവുന്നതനുസരിച്ച് പുതിയ പുതിയ ട്രാൻസാക്ഷൻസ് വരാൻ തുടങ്ങും. ഇതുവരെ നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് വരാൻ തുടങ്ങും. സോ വി നീഡ് ടു ആക്ച്വലി അഡോപ്റ്റ് ഇൻ ടു ദാറ്റ്. സോ ഒരുപാട് കറണ്ട് ഡെവലപ്മെന്റ്സും കറണ്ട് ചേഞ്ചസും വരും. വി നീഡ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. സോ അതിന്റെ ഒരു ഐഡിയ എന്തൊക്കെയാണ് ഇപ്പം കറന്റ്ലി IASB ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ IASB പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ ചേഞ്ച് വരാം. സോ ആ കറണ്ട് ഡെവലപ്മെന്റ്സും ആസ് എ സ്റ്റുഡൻസ് ഓർ ആസ് എ പ്രൊഫഷണൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ കറണ്ട് ഇഷ്യൂ ആസ് ഐ ടോൾഡ് യു ഇറ്റ്സ് എ കീ ഏരിയ, അല്ലെങ്കിൽ ഒരു ഹോട്ട് ക്രൂഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ക്യാരീസ് അറൌണ്ട് 8 to 12 മാർക്സ് വിച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ആസ് എ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, സോ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ ഡൗട്ട്സുകൾ ചോദിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഇത് ആക്ച്വലി ഞാൻ വാട്സാപ്പ് വഴി മെസ്സേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ വരും. കാര്യം ഒരുപാട് കറണ്ട് ഇഷ്യൂസ് ഉണ്ട്. ആക്ച്വലി ഇത് സ്കാറ്റേർഡ് ആണ്, പലയിടത്തും സ്കാറ്റേർഡ് ആണ്. കറണ്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആക്ച്വലി സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഡിസ്കഷൻ പേപ്പർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ എക്സ്പോഷർ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ടോ, പുതിയ ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം. സോ അങ്ങനത്തെ ഇഷ്യൂസുകൾ ഒരുപാട് കവർ ചെയ്യുന്ന ഏരിയയാണ് ഈ കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് ആക്ച്വലി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ ഏരിയാസിൽ നിന്നും ആക്ച്വലി റിസർച്ച് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഗ്യാദർ ചെയ്ത് പ്രോസസ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ഷോർട്ട് വീഡിയോ covering all the major current issues that could be tested, especially in this September and the coming December exam setting. Okay, so we can now drill into the topics and the current issues. എന്തൊക്കെയാണ് മെയിൻ കറണ്ട് ഇഷ്യൂസിലെ ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് ബ്രീഫായിട്ട് കവർ ചെയ്ത് പോവാം. ഓക്കെ, so key current issues, one of the key current issues is a revised conceptual framework. So conceptual framework, it's actually a document, it's a theoretical document which contains all the information that is relevant for how to prepare a financial statement, and financial statement prepare ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് ഈ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഒരു ബേസ് ആയി വെച്ചിട്ടാണ് ആക്ച്വലി നമ്മുടെ ഓരോ പുതിയ പുതിയ സ്റ്റാൻഡേർഡ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഇന്ത്യൻ ലോ, ഒരു ഇന്ത്യയിൽ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ ആ ലോസിനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ആ ഒരു എഫക്റ്റ് ഈ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന് കാണും when new IFRSs are published or issued by the ISB. So revised conceptual framework മുമ്പ് 2010 ആയിരുന്നു, ബട്ട് ഇപ്പോൾ it is now the new revised conceptual framework which is of 2018. ഇത് ഓൾറെഡി 2-3 സിറ്റിംഗിൽ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. സോ അത്ര ഹോട്ട് ടോപ്പിക് അല്ല. ആൻഡ് ഓൾസോ ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ലൈവ് സെഷനിൽ കവർ ചെയ്തതാണ് ഈ കാര്യം, കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ. സോ ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാം. ദാറ്റ് ഇസ് ഫസ്റ്റ്, the next key issue will be the accounting policy changes. That is, we have a standard IAS 8, changes in accounting policies, estimates and errors. നമ്മുടെ നമ്മൾ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് പഠിച്ച സമയത്ത് അക്കൗണ്ടിങ് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു അക്കൗണ്ടിങ് പോളിസി ചേഞ്ചസ് വിൽ ബി അക്കൗണ്ടഡ് റെട്രോസ്പെക്റ്റീവ്ലി. സോ റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ നമ്മളിപ്പം ചേഞ്ച് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ വി ആർ ചേഞ്ചിങ് ഫ്രം കോസ്റ്റ് മോഡൽ ടു റീവാല്യൂഷൻ മോഡൽ. പർച്ചേസ് ഇൻ അസറ്റ് 5 വർഷം മുമ്പേ അസറ്റ് പർച്ചേസ് ചെയ്തു, ഒരു 4 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കോസ്റ്റ് മോഡലിൽ നിന്ന് റീവാല്യൂഷൻ മോഡലിലേക്ക് പോവുകയാണ്. സോ ഇവിടെ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പലിൽ ചേഞ്ച് ഉണ്ടായി, അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് ഉണ്ടായി. സോ ആ ചേഞ്ച് നമ്മൾ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ, അതായത് ആ അസറ്റ് എന്നാണോ നമ്മൾ അക്വയർ ചെയ്തത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തത് അന്ന് തൊട്ടേ
ഈ ഒരു പുതിയ മോഡലാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇമ്പാക്ട്, ആ രീതിയിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യും. സോ ഫസ്റ്റ് ഈ അസറ്റ് പർച്ചേസ് ചെയ്ത് ആ ഡേറ്റിൽ പോയിട്ട് അവിടുത്തെ ഓപ്പണിംഗ് റീറ്റെയിൽ ഏർണിംഗ്സ് വിൽ ബി മേക്കിംഗ് ദ കറക്ഷൻസ്. ഓക്കെ, ദാറ്റ് ഇസ് നൗ വി ആർ ഗോയിങ് ടു ചേഞ്ച് ഫ്രം കോസ്റ്റ് റീവാലുവേഷൻ. സോ അത് തൊട്ടേ നമ്മൾ റീവാലുവേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻസ്. ബിക്കോസ് എന്നാലേ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആകത്തുള്ളൂ. കൺസിസ്റ്റന്റ് ആയാൽ മാത്രമേ ഇറ്റ് ക്യാൻ ബി കമ്പയറബിൾ. ഓക്കെ, സോ നമ്മൾ പഠിച്ച റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. സോ ഇനിഷ്യലി തൊട്ടേ ഈ പുതിയ കാര്യമാണ് ഉണ്ടായിരുന്നത് പ്രിവെയിൽ ചെയ്തിരുന്നുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സോ നോർമലി ഓപ്പണിംഗ് റീറ്റെയിൽ ഏർണിംഗ്സ് ആയിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇപ്പം ഈ അസറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ 5 വർഷം മുമ്പേ വാങ്ങിച്ച അസറ്റാണ്. അപ്പോൾ അവിടെ വേറെ ഇഷ്യൂ വരത്തില്ല. ബിക്കോസ് 5 years ആണ്, നോ ഇഷ്യൂസ്. നമുക്ക് 5 years ബാക്ക് പോയിട്ട് 5 years അക്കൗണ്ടിങ് ഡേറ്റ എടുത്ത് വി ക്യാൻ ഡു ദ അഡ്ജസ്റ്റ്മെന്റ്സ്. ബട്ട് നമ്മൾ ഒരു 20 വർഷം മുമ്പെയോ അല്ലെങ്കിൽ 25 വർഷം മുമ്പെയോ 30 വർഷം മുമ്പേ വാങ്ങിച്ചൊരു അസറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് എൻട്രി ചെയ്തൊരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അവിടെ ഒരു റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇയർ പുറകെ പോയിട്ട് അത്രയും ഇയർ പുറകിലുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് എല്ലാ ഓപ്പണിംഗ് റീറ്റെയിൽ ഏർണിംഗ്സ് ഫിഗറും റീസ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ടാസ്ക് വിച്ച് ഇൻവോൾവ്സ് ഹ്യൂജ് എഫേർട്ട്, ഹ്യൂജ് ടൈം ആൻഡ് ഹ്യൂജ് റിസോഴ്സസ്. ഓക്കെ, ആൻഡ് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ IAS 8-നകത്ത്. സോ ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി a new exposure draft is published on 2018. So 2018 ആദ്യത്തെ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആയിരുന്നു ഈ അക്കൗണ്ടിംഗ് പോളിസി എന്ന് പറയുന്നത്. സോ എക്സ്പോഷർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് വിത്തിൻ ദ പ്രോസസ് ഓഫ് ഇഷ്യൂയിങ് എ ന്യൂ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇപ്പം നമ്മുടെ അക്കൗണ്ടിംഗ് വേൾഡിൽ ലെറ്റ്സ് സേ എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടന്നു. അപ്പം ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കമ്പനി ഇതുവരെ എൻ്റർ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, ആദ്യമായിട്ട് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് അറിഞ്ഞൂടെ ഏത് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം, എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്ന് അറിഞ്ഞൂടെ. അപ്പോൾ കമ്പനി ആദ്യം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും they'll be seeing whether ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിലെ സ്കോപ്പിനകത്ത് വരുമോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്കോപ്പിൽ പ്രകാരം അക്കൗണ്ട് ചെയ്യാൻ, ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം അക്കൗണ്ട് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒരു സ്കോപ്പിലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും they'll be using the conceptual framework. കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എങ്ങനെയെങ്കിലും അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൺസിഡർ. ആൻഡ് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൽ നിന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ ഉള്ള അക്കൗണ്ടിങ് ബോഡീസ്, വേറെ ഒരുപാട് നാഷണൽ അക്കൗണ്ടിങ് ബോഡീസ് കാണും. കൂടുതലും എല്ലാവരും റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് US GAAP ആണ്. ബിക്കോസ് US GAAP റൂൾ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസിന്റെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, എന്തൊക്കെയാണ് ലോസ് ഫോളോ ചെയ്യണം, എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് US GAAP ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ US GAAP ആയിരിക്കും നോർമലി നമ്മളൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നോക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ എക്സിസ്റ്റിംഗ് IFRSലോ അത് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള അക്കൗണ്ടിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. കോൺസെപ്റ്റ് ഫ്രെയിംവർക്ക് നോക്കി അതിൽ നിന്നും ഒന്നും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ല. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് വേറെ കൺട്രീസിലെ നാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്നിട്ടും നമുക്ക് ഒരു ഈ ട്രാൻസാക്ഷൻ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ടു ഇഷ്യൂ എ ന്യൂ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പം ന്യൂ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. സോ ദിസ് പ്രോബ്ലം വിൽ ബി ആക്ച്വലി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് IASB. ഓക്കെ, സോ IASB ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇതിനു വേണ്ടി ഉള്ള ഒരു പ്രൊപ്പോസിഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ദേ വിൽ ബി പ്രിപ്പയറിങ് എ ഡിസ്കഷൻ പേപ്പർ. ആ ഡിസ്കഷൻ പേപ്പറിനകത്ത് ഈ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ എന്താണ്, ഇതിൽ എങ്ങനെയൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, എന്തൊക്കെയാണ് അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡ്രാഫ്റ്റ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് ദേ വിൽ ബി ആക്ച്വലി പബ്ലിഷിംഗ് ഇറ്റ് ഫോർ ദ ജനറൽ പബ്ലിക് വേർ ദേ വിൽ ബി ഗിവിംഗ് ദെയർ ഒപ്പീനിയൻസ്. ഓക്കെ, അവരുടെ കമന്റ്സ്. പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ACCA മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ വേറെ അക്കൗണ്ടൻസി ബോഡീസിലെ മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും, ബിഗ് ഫേംസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, എക്സ്പേർട്സുകൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അവരെല്ലാം അവരെ ഫീഡ്ബാക്കുകൾ പറയും, അവരെ കമന്റ്സുകൾ, അവരെ കോൺട്രിബ്യൂഷൻ എല്ലാം ചെയ്യും. ഇതെല്ലാം വെച്ച് കൺക്ലൂഡ് ചെയ്തതിന് ശേഷം ഫൈനൽ ഒരു കൺക്ലൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഈ ഡിസ്കഷൻ പേപ്പറിനെ പിന്നെ പുതിയ അതിനെ റീഡ്രാഫ്റ്റ് ചെയ്തിട്ട് എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ആൻഡ് അഗെയിൻ ആഫ്റ്റർ ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് അഗെയിൻ വിൽ ബി ഗിവൺ ടു ദ പബ്ലിക് ഫോർ ദെയർ കമന്റ്സ്. അഗെയിൻ ഈ സെയിം പ്രോസസ്സ് നടക്കും.
കമന്റ്സുകൾ പറയുന്നു, അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഫൈനലി ഒരു കൺക്ലൂഷൻ എത്തുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി ദേ വിൽ ബി അപ്രൂവിങ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആൻഡ് അതിനൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യും. അതിനുശേഷമാണ് ഒരു പുതിയ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ച്വലി ടേക്സ് അറൌണ്ട് മിനിമം 4 to 5 years ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിം എന്തായാലും മിനിമം എടുക്കും. ബിക്കോസ് ഇത്രമാത്രം IFRS എന്ന് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. സോ അതുകൊണ്ട് തന്നെ അത്രയും മാത്രം പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ വി നീഡ് ടു ആക്ച്വലി കളക്ട് ഇൻഫർമേഷൻ ഫ്രം ദ എൻറ്റയർ വേൾഡ്, ഫ്രം ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ ബോഡീസ്. എല്ലാവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അവരെ യൂസ് എടുക്കണം, എന്നിട്ട് മാത്രമേ അൾട്ടിമേറ്റ്ലി ഒരു കൺക്ലൂഷനിൽ അറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ടേക്സ് എ ടൈം, takes a lot of time to process or issue one particular accounting standard. സോ ഇതാണ് ആ പ്രോസസ്സ്. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കൂടുതലും ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഡിസ്കഷൻ പേപ്പേഴ്സും എക്സ്പോഷർ ഡ്രാഫ്റ്റും ആയിരിക്കും. സോ ഈ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്ത ഡിസ്കഷൻ പേപ്പേഴ്സിൽ നിന്നും എക്സ്പോഷർ ഡ്രാഫ്റ്റിൽ നിന്നായിരിക്കും കറണ്ട് ഇഷ്യൂസ് ആക്ച്വലി കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പം നമ്മൾ IAS 8 ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡിനകത്ത് ഇപ്പം പറയുന്നുണ്ട് ഇംപ്രാക്ടിക്കബിൾ ആണെങ്കിൽ, ദാറ്റ് ഈസ് പുറകോട്ട് പോയി അക്കൗണ്ട് ചെയ്യാൻ ഇംപ്രാക്ടിക്കബിൾ ആണ്, ദാറ്റ് ഈസ് വി ആർ നോട്ട് ഏബിൾ ടു gather enough data. ഇപ്പം 10-20 വർഷം മുമ്പേക്ക് പോവുകയാണ്, and we are not able to gather that data. It's very impracticable to do so. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെട്രോസ്പെക്റ്റീവ് ചെയ്യേണ്ട, പ്രോസ്പെക്റ്റീവ് ചെയ്താൽ മതി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് അഗെയിൻ അതിനൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ ഒന്നും സ്റ്റാൻഡേർഡ് പറയുന്നു. എന്താണ് ഈ ഇംപ്രാക്ടിക്കൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ത്രഷോൾഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ, അതൊന്നും ക്ലിയർലി ആക്ച്വലി അക്കൗണ്ടിങ് പോളിസീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും കമ്പനീസ് റെട്രോസ്പെക്റ്റീവ് ചെയ്യാൻ നിൽക്കത്തില്ല. ഓക്കെ, സോ ഈവൻ ഇഫ് വോളണ്ടറി ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പോലും അവരത് ചെയ്യാൻ നിൽക്കത്തില്ല. ബിക്കോസ് ഇത്രയും മാത്രം ഡേറ്റ ബാക്കിലേക്ക് പോകേണ്ടി വരും, അത്രയും കോസ്റ്റ് അവർക്ക് ഇൻകർ ചെയ്യേണ്ടി വരും, അത്രയും റിസോഴ്സസ് ഇൻവോൾവ് ചെയ്യേണ്ടി വരും ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ കമ്പനീസ് കൂടുതലും അത് ചെയ്യാൻ പോകത്തില്ല. സോ ഇപ്പം ഈ ഒരു പുതിയ എക്സ്പോഷർ ഡ്രാഫ്റ്റ്, അതായത് 2018 ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റിനകത്ത് IASB കുറച്ച് കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി 2 കാര്യങ്ങളാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ ഇംപ്രാക്ടിക്കബിൾ ആണെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് നമുക്ക് ലാക്ക് ഓഫ് ഡാറ്റ ഉണ്ട്, ഇത്രയും വർഷം പുറകിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ ഹാവ് ആക്ച്വലി ലോവേർഡ് ദ ഇംപ്രാക്ടിബിലിറ്റി ത്രെഷ്ഹോൾഡ്. 20 വർഷം മുമ്പേ ആണ് ആക്ച്വലി ചിലപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും, നമ്മളൊരു ലിമിറ്റ് കൊടുക്കും, അതായത് 5 വർഷം പുറകിൽ പോയാൽ മതി, 20 വർഷം 30 വർഷം പുറകിൽ പോകണ്ട, 5 വർഷം പുറകിൽ പോവുക, അന്ന് തൊട്ടുള്ള റിട്ടേൺ ഏർണിങ്സിന്റെ ഫിഗേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇത് ഒരു പ്രപ്പോസലാണ്, ഇതുവരെ സ്റ്റാൻഡേർഡിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ ഈ ത്രെഷ്ഹോൾഡ് കുറയ്ക്കാനുള്ളൊരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അടുത്ത പ്രപ്പോസൽ മെയിൻലി ഫോക്കസ് ഓൺ ദ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ്. ദാറ്റ് ഈസ് ഇങ്ങനെ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ പോയി ഡേറ്റ പോയി റീസ്റ്റേറ്റ് ചെയ്യുന്നത്, ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് കൊണ്ടുള്ള കോസ്റ്റ് കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെ കാട്ടി ദെൻ അത് ചെയ്തിട്ട് നോ യൂസ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു കാര്യം നമ്മുടെ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കിനകത്തും പറയുന്നുണ്ട്. കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നോക്കണം. ഇഫ് ദ കോസ്റ്റ് ഇസ് മോർ ദാൻ ദ ബെനിഫിറ്റ്, അങ്ങനെയാണെങ്കിൽ ആക്ച്വലി റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണമില്ല. റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിന് കോസ്റ്റ് ആണ് കൂടുതലാവുന്നത് യൂസേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റിനെ കാട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് കോസ്റ്റ് ഇസ് മോർ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം വെൻ യു ആർ ഡൂയിങ് എ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് റെട്രോസ്പെക്റ്റീവ് ചെയ്യേണ്ട, പ്രോസ്പെക്റ്റീവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ചേഞ്ച് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇയർ തൊട്ട് ഫ്യൂച്ചർ ഇയേഴ്സിൽ മാത്രം ആ ചേഞ്ച് കൗണ്ട് ചെയ്താൽ മതി. ഫൈൻ. ആൻഡ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച്. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ സൈസ് എത്രയാണ് ആ ഒരു പെർട്ടിക്കുലർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എമൗണ്ടിലുണ്ടാകുന്ന ഇമ്പാക്ട്, സൈസ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർലി ആക്ച്വലി നമ്മൾ ആ ഓപ്പണിംഗ് റിട്ടേൺ ഏർണിങ്സ് ഫിഗർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് ക്ലിയർലി അറിയാൻ പറ്റും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ റിട്ടേൺ ഏർണിങ്സ് 1000 ആണ്, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 1500 ആയെങ്കിൽ ഹിയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച് ഇസ് 500.
സോ ആ ചേഞ്ച് എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ യു ഹാവ് ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച് ഇസ് ലെസ്, ചേഞ്ച് വളരെ കുറവാണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, റെട്രോസ്പെക്റ്റീവില് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ബട്ട് ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇസ് ഇൻക്രീസിങ്, അതിന്റെ അർത്ഥം അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. ബിക്കോസ് അല്ലെങ്കിൽ അത് നമ്മുടെ യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ അത് ഫ്യൂച്ചറിൽ ഇമ്പാക്ട് ചെയ്യും. സോ ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച് ഇസ് ഹയർ, then you have to actually make the retrospective application. Similarly, pervasiveness consider ചെയ്യണം. ഈ ഒരു പെർട്ടിക്കുലർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, ദാറ്റ് ഇസ് ഇപ്പോൾ കോസ്റ്റ് മോഡലിൽ നിന്നും നമ്മൾ റീവാലുവേഷൻ മോഡലിലേക്ക് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഏതൊക്കെ ഫിഗേഴ്സിനെ അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസിനെ ഇമ്പാക്ട് ചെയ്യാം. എത്രമാത്രം കൂടുതൽ ഐറ്റത്തിന് അത് ഇമ്പാക്ട് ചെയ്യുന്നു അത്രയും മാത്രം അതിന്റെ പെർവാസീവ്നെസ് കൂടുതലായിരിക്കും. സോ ഈ ഒരു ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, ഈ ഒരു റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഉള്ള പെർവാസീവ്നെസ് എന്തായിരിക്കും ആസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ, അത് കൺസിഡർ ചെയ്യാം. സിമിലർലി ദ നേച്ചർ ഓഫ് ദ ചേഞ്ച്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ഈ പ്രീവിയസ് ഇയറിൽ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി അത് ആ ഒരു പെർട്ടിക്കുലർ ചേഞ്ച് നമ്മുടെ ഫിനാൻഷ്യൽ യൂസേഴ്സിന് കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഇസ് വെദർ ദേ ക്യാൻ കമ്പയർ ഇറ്റ് പ്രോപ്പർലി ഓർ നോട്ട്. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അപ്പം ഓൾറെഡി പബ്ലിഷ് ചെയ്ത കാര്യമാണ്, അവർ അതിൽ നിന്ന് ഓൾറെഡി ഡിസിഷൻസ് മേക്ക് ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ അവിടെ പോയി വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ആക്ച്വലി അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അതുകൊണ്ട് കമ്പാരിറ്റബിലിറ്റി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. നേച്ചർ ഓഫ് ദ ചേഞ്ച് വി നീഡ് ടു കൺസിഡർ. ഓക്കെ, സിമിലർലി നമ്മൾ ബെനിഫിറ്റ് ചെയ്തത് പോലെ, ബെനിഫിറ്റ് ഉണ്ടോ നോക്കുന്ന പോലെ തന്നെയാണ് കോസ്റ്റും കൺസിഡർ ചെയ്യണം. കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ റെട്രോസ്പെക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ആസ് ഐ ഹാവ് ടോൾഡ് യു, നമ്മുടെ പ്രീവിയസ്ലി ഇത്രയും ഇയേഴ്സിലെ ഡേറ്റ എല്ലാം അക്യൂമുലേറ്റ് ചെയ്യണം. ഇതിന് ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിക്കകത്തുള്ള റിസോഴ്സ് മാത്രം യൂസ് ചെയ്താൽ പോലെയായിരിക്കാം, ചിലപ്പോൾ വെളിയിൽ നിന്ന് സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടി വരും. സോ ഇതിനൊക്കെ അഡീഷണൽ എഫേർട്ടും കോസ്റ്റുകളും ആകും. സോ ആ കോസ്റ്റുകളെല്ലാം കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ കേസ്, ദാറ്റ് ഇസ് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട്, ദാറ്റ് ഇസ് പ്രീവിയസ്ലി ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി അതൊരു വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ യൂസേഴ്സിന് എന്നുള്ള നോക്കണം. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഗിവൺ ദ സ്റ്റേറ്റ്മെന്റ് ടു ദ യൂസേഴ്സ്. അവർ അത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ഓൾറെഡി അവരെ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ ആക്ച്വലി ചേഞ്ച് ചെയ്തിട്ട് അത് ആക്ച്വലി യൂസേഴ്സിന് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ കൺസിഡർ ചെയ്യും. സോ ഈ ഇമ്പാക്ട് ഓഫ് കോസ്റ്റും ഈ ബെനിഫിറ്റ്, നമ്മൾ ബെനിഫിറ്റിലുണ്ടാകുന്ന ഇമ്പാക്റ്റും കൂടെ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ബെനിഫിറ്റിൽ നിന്ന് വരുന്നത് ഔട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ റെട്രോസ്പെക്റ്റീവ് ചെയ്താൽ മതി. ഇതാണ് ബോർഡിന്റെ പുതിയ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ പുതിയ പ്രപ്പോസലിൽ പറയുന്നത്. ആൻഡ് ഇഫ് ദ കോസ്റ്റ് ഇസ് ഔട്ട് വെയിറ്റിംഗ് ദ ബെനിഫിറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ചെയ്താൽ മതി. Then the next current issue area is the materiality. Okay, materiality നമ്മൾ ഓഡിറ്റ് പഠിച്ച സമയത്തും അല്ലെങ്കിൽ FR പഠിച്ച സമയത്തും മെറ്റീരിയാലിറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചു കാണും. ദാറ്റ് ഇസ് മെറ്റീരിയാലിറ്റി. ഒരു ഐറ്റം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഇഫ് ദാറ്റ് ഐറ്റം ഇമ്പാക്ട്സ് ദ എക്കണോമിക് ഡിസിഷൻ ഓഫ് ദ യൂസേഴ്സ്, എന്തെങ്കിലും തരത്തിലത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയാലിറ്റിക്ക് കുറച്ചും കൂടെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ഓക്കെ, സോ ആക്ച്വലി സ്റ്റാൻഡേർഡ് ആസ് ഇഷ്യൂഡ് എ പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ്. സോ പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി അക്കൗണ്ടൻസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻസ് പോലെയാണ്. സോ നിർബന്ധമായിട്ടും ചെയ്യണം എന്നില്ല, ബട്ട് ദാറ്റ് ഈസ് എ നോൺ മാൻഡേറ്ററി ഗൈഡൻസ് വിച്ച് they can use as a reference point. Okay, സോ ഒരു കാര്യം മെറ്റീരിയൽ ആണോ അല്ലയോ നോക്കാൻ വേണ്ടി they can use this practice statement, that is making materiality judgment. അതാണ് ഈ ഒരു പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റിന്റെ name that is suggested by IASB. Okay, so അതിനകത്ത് they have actually made a change in the definition of materiality. Old definition materiality പറയുന്നത് an information is material if omitting or misstating it could influence the economic decision that the user make on the basis of the financial information about a specific entity. സോ ഒരു എൻറ്റിറ്റിയുടെ ഇൻഫർമേഷൻ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഫർമേഷനകത്ത് ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യുകയാണെങ്കിലോ, അതായത് റെക്കോർഡ് ചെയ്യാതിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ തെറ്റിച്ച് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ
അത് ആ ഇൻഫർമേഷൻ, ആ തെറ്റ് ചെയ്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ റെക്കോർഡ് ചെയ്യാത്ത ഇൻഫർമേഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ യൂസേഴ്സിനെ എടുക്കാൻ പോകുന്ന ഡിസിഷൻ അത് എന്തെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഒമിഷൻ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേറ്റ്മെന്റ് നമുക്കൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം. ഓക്കെ, സോ ഇതായിരുന്നു പഴയ ഡെഫിനേഷൻ. സോ ഒരു കാര്യം ഒമിറ്റ് ചെയ്യുക, അതായത് റെക്കോർഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റിച്ച് ചെയ്യുക എന്നാലത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഡെഫിനേഷനിലെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഈ ഒമിറ്റിങ്ങും മിസ്റ്റേറ്റ്മെന്റും ഇസ് ദർ. അത് കൂടാതെ ഒരു അഡീഷണൽ ഐറ്റം ആഡ് ചെയ്തു, ദാറ്റ് ഈസ് അപ്സ്കറിങ്. അപ്സ്കറിങ് എന്ന് പറയുമ്പോഴത്തേക്കും വേഗമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷനെ പലയിടത്തും സ്കാറ്റർ ചെയ്തിടുക, ഓക്കെ, അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ട് പറയുക. സോ ഇവിടെ ബേസിക്കലി ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും യൂസേഴ്സ് ഒരു പെർട്ടിക്കുലർ കാര്യം അറിയാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെക്കും. ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യും. അപ്പം അതിൽ നിന്നുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് യൂസേഴ്സിന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഇന്റൻഷനലി ഒബ്സ്കർ ചെയ്യുന്നെങ്കിലും അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, സോ ഒമിറ്റ് ചെയ്യുക, അതായത് റെക്കോർഡ് ചെയ്യാതിരിക്കുക, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തെറ്റിച്ച് ചെയ്യുക. 3, മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി, മനഃപൂർവ്വം ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ യൂസറിന്റെ മുമ്പിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നെങ്കിലും അതിനെയും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം എന്നാണ് പുതിയ ഡെഫിനേഷൻ പറയുന്നത്. ഓക്കെ, സോ ഒമിറ്റിംഗ്, മിസ്റ്റേറ്റിംഗ് ഓർ ഒബ്സ്കറിങ്. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ന്യൂ ഡെഫിനിഷൻ, ദാറ്റ് ഇസ് ദ ബോർഡ് ആർ പ്രപ്പോസിംഗ് ടു എക്സ്പാൻഡ് ദ ഡെഫിനിഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ടു സീ ദാറ്റ് ഐറ്റം ഇസ് ഓൾസോ മെറ്റീരിയൽ. സോ ഇത് രണ്ടും മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ മെറ്റീരിയൽ ഓഫ് ഒബ്സ്കറിങ് ആൻഡ് ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് ദ ട്രാൻസാക്ഷൻ ഇസ് സ്കാറ്റേർഡ് ഓർ ഡിസ്ക്ലോസ്ഡ് യൂസിങ് ആൻ അൺക്ലിയർ ലാംഗ്വേജ്. ഇവിടെ നമ്മൾ ആക്ച്വലി ഇന്റൻഷനലി നമ്മുടെ യൂസേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐദർ ഒരുപാട് ഇറലവന്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ലാംഗ്വേജ്, ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ടേംസ് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യത്തിനെ പറയുന്നു, സോ ദാറ്റ് യൂസേഴ്സ് അത് പെട്ടെന്ന് സ്പോട്ട് ചെയ്യത്തില്ല. സോ ഇന്റൻഷനലി അവർ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഒബ്സ്കറിങ്. സോ അങ്ങനെ ഒബ്സ്കറിങ് ചെയ്താലും അത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് പുതിയ ഡെഫിനിഷൻ പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു അഡീഷണൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റീസണബിളി എക്സ്പെക്റ്റഡ് ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ. സോ ഈ റീസണബിളി എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞൊരു വേർഡും കൂടി ഇവിടെ ആഡ് ചെയ്യും. അപ്പം യൂസേഴ്സ് ഇത് കാണണം നിർബന്ധമില്ല, ബട്ട് യൂസേഴ്സ് ഇത് കാണാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ then that is considered to be material. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ തെറ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഇത് രണ്ടാമത് ഈ പുതിയ ഡെഫിനിഷൻ പറയുന്നത് യൂസേഴ്സ് അത് നോക്കിയാലും ഇല്ലെങ്കിലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എല്ലാം റെക്കോർഡ് ചെയ്യണം. ഫൈൻ. സോ ഇതാണ് the summary of changes, that is an addition of the word, that is obscuring. So scatter ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ മനഃപൂർവ്വം ഇന്റൻഷനലി ഹൈഡ് ചെയ്യുക, അൺക്ലിയർ ലാംഗ്വേജ് യൂസ് ചെയ്യുക, അതിനാണ് obscuring എന്ന് പറയുന്നത്. സിമിലർലി റീസണബിളി എക്സ്പെക്റ്റഡ് ടു ബി ഇൻഫ്ലുവൻസ്. സോ യൂസേഴ്സ് ആ കാര്യം നോക്കോ ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്യണം, വെദർ ദേ ലുക്ക് ഇൻ ടു ഇറ്റ് ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഇസ് മെറ്റീരിയൽ വി ഹാവ് ടു ഡിസ്ക്ലോസ്. അതാണ് റീസണബിൾ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ആഡ് ചെയ്യുന്നത് കൊണ്ട് അഡീഷണലി വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രിപ്പയറേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. Okay. Similarly, the concept of materiality does not just help to determine whether transactions are recognized in the financial statement, but they are also present. So അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. That is simply നമ്മൾ ഒരു റെക്കോർഡിംഗ് സേക്ക് ചെയ്താൽ പോരാ, യൂസർ അത് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ ഒരു കാര്യം മെറ്റീരിയൽ ആണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും യൂസേഴ്സ് അത് ചിലപ്പോൾ നോക്കത്തില്ല, അല്ലെങ്കിൽ യൂസേഴ്സ് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യത്തില്ല, നമുക്ക് അതുകൊണ്ട് ആ കാര്യം ഇഗ്നോർ ചെയ്യാം. ബട്ട് ദാറ്റ് വാസ് മെറ്റീരിയൽ തിങ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. വെദർ യൂസർ സീസ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഇസ് നോട്ട് അവർ കൺസേൺ. നമ്മൾ അത് മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. ഓക്കെ, സോ ദീസ് ആർ ദ കീ ചേഞ്ചസ് ദാറ്റ് ഇസ് മെയ്ഡ് ടു ദ മെറ്റീരിയാലിറ്റി. ദെൻ നെക്സ്റ്റ് ഒരു മെയിൻ കീ കറണ്ട് ഇഷ്യൂ, ദാറ്റ് ഇസ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റിൽ ഇഷ്യൂ മെയിൻലി പറയുന്നത് ഡിസ്ക്ലോഷേഴ്സിലുള്ള ഇഷ്യൂസ്.
നമ്മളിപ്പോൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓരോ സ്റ്റാൻഡേർഡുകൾക്കും ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനും ഒരുപാട് ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. ഒരുപാട് ഇറലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്, യൂസ് ഇല്ലാത്ത ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ കേസുകളിൽ ഒരുപാട് സ്കാൻഡൽസുകളോ ഒരുപാട് കോർപ്പറേറ്റ് സ്കാൻഡൽസുകൾ വന്നതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസുകൾ കുറച്ച് കൂടുതൽ പ്രൂഡന്റ് ആകാൻ വേണ്ടി എല്ലാത്തിനും ഡിസ്ക്ലോഷേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, സോ ആവശ്യമില്ലാത്ത കാര്യമാണ് നമ്മൾ വിൽ ബി ഡിസ്ക്ലോസിങ് ഇറ്റ് സിംപ്ലി. ഓക്കെ, ദിൽ ബി യൂസിങ് ടെക്നിക്കൽ ലാംഗ്വേജസ്. ഓക്കെ, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഇതാണ്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യും. ഈ ഡിസ്ക്ലോഷർ ആക്ച്വലി നമ്മൾ മെയിൻ ചെയ്യുന്നത് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ക്ലിയർലി നമുക്ക് യൂസേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ ഡിസ്ക്ലോഷർ യൂസ് ചെയ്യാനുള്ളത്. ബട്ട് അഗെയിൻ നമ്മൾ ഡിസ്ക്ലോഷേഴ്സിനകത്തും കുറെ അക്കൗണ്ടിങ് ടേംസുകൾ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി യൂസേഴ്സിന്, ഈ ഒരു അക്കൗണ്ടിങ് നോളജ് ഇല്ലാത്ത യൂസേഴ്സിന് ഈ ഡിസ്ക്ലോഷർ നോട്ട് കൊണ്ട് ഒരു യൂസും കാണത്തില്ല. ഡിസ്ക്ലോഷർ നോട്ട്സ് ആക്ച്വലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുത്ത ഐറ്റത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അത് വേണം നമ്മൾ ഡിസ്ക്ലോഷർ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ബട്ട് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനും അക്കൗണ്ടന്റ് പ്രൂഡന്റ് ആകാൻ വേണ്ടി, എല്ലാത്തിനും അവർക്ക് റിസ്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും അവർ ഡിസ്ക്ലോഷർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഡിസ്ക്ലോഷർ it has become so much irrelevant that they are disclosing for everything. ഇരുന്നാലും ഡിസ്ക്ലോഷർ എല്ലാത്തിനും ഡിസ്ക്ലോഷേഴ്സ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ഡിസ്ക്ലോഷേഴ്സ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലല്ല ചെയ്യുന്നത്. they are again using accounting or the technical terms which the normal people might not understand. സോ ഈ ഒരു ഡിസ്ക്ലോഷർ ഇഷ്യൂവിനെ ഡിസ്ക്ലോഷർ പ്രോബ്ലം എന്ന് പറയും. ഈ ഡിസ്ക്ലോഷർ പ്രോബ്ലം ആൻഡ് മെയിൻ ഡിസ്ക്ലോഷർ പ്രോബ്ലം ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ടു മച്ച് ഇറലവന്റ് ഇൻഫർമേഷൻ. ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് ഡിസ്ക്ലോഷർ കൊടുക്കുന്നു, ഫൈൻ. ആ കൊടുക്കുന്ന ഡിസ്ക്ലോഷേഴ്സ് ചിലപ്പോൾ ആക്ച്വലി ഒരു റിലവൻസും കാണത്തില്ല. സിമിലർലി ടു ലെസ് റിലവന്റ് ഇൻഫർമേഷൻ. ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കുന്നു, ബട്ട് അതിനകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇറലവന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. Similarly, ineffective communication of information. Ineffective, ഞാൻ പറഞ്ഞതുപോലെ തന്നെ they will be using technical languages. Okay, and വേഗമായിട്ട് വലിയ സ്റ്റേറ്റ്മെന്റ്സും വലിയ പാരഗ്രാഫ്സുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂസേഴ്സ് വിൽ നോട്ട് ബി ടെംപ്റ്റഡ് ടു ആക്ച്വലി റീഡ് ദോസ് ഡിസ്ക്ലോഷേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ പ്രസന്റേഷൻ യൂസ് ചെയ്യും. ഇഫ് യു വോണ്ട് വി ക്യാൻ യൂസ് ഗ്രാഫ്, നമുക്ക് ടേബിൾസ് യൂസ് ചെയ്യാം. ഒരുപാട് സെന്റൻസുകളാക്കാതെ ചെറിയ ബുള്ളറ്റ് പോയിന്റ്സുകളാക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ ബോൾഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. So the users will be attracted towards that. So അവർ ആ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ ഒന്ന് വായിക്കും, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യണം. ഓക്കെ, ബട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ വരുന്ന കുറെ കാര്യങ്ങൾ, കുറെ ഇൻഫർമേഷൻ ആക്ച്വലി വി ആർ ഡംപിങ് ഇറ്റ്, ആക്ച്വലി വി ആർ ഓവർലോഡിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ ഡിസ്ക്ലോഷർ. ഓക്കെ, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഇതിനാണ് നമ്മൾ ഡിസ്ക്ലോഷർ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ കറണ്ട് ഇഷ്യൂസിൽ നമ്മുടെ SBR പേപ്പറിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, വാട്ട് ഇസ് ദ ഡിസ്ക്ലോഷർ പ്രോബ്ലം ആൻഡ് വാട്ട് ആർ ദ പ്രപ്പോസൽ സജസ്റ്റഡ് ബൈ ദ ബോർഡ്, IR or IASB. സോ അങ്ങനെ പറയുന്നത് ഡിസ്ക്ലോഷർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്ക്ലോഷർ പ്രോബ്ലം. അതിൻ്റെ റെക്കമെൻഡേഷൻ ആണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് IASB പറയുന്ന റെക്കമെൻഡേഷൻ ആണ് ഇവിടെ പറയുന്നത്. സോ ദിസ് പ്രോജക്ട് മെയിൻലി ഫോക്കസ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. സോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് SOPL ആണ്. SOPL സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് പെർഫോമൻസ് ഓഫ് ദ കമ്പനിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ടെംപ്റ്റഡ് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നോക്കാൻ വേണ്ടിയായിരിക്കും. സോ ദേ വിൽ ബി നോർമലി യൂസിങ് ദ SOPL സ്റ്റേറ്റ്മെന്റ് മോർ. ആൻഡ് ദ ബോർഡ് ഈസ് എക്സ്പ്ലോറിംഗ് എ നമ്പർ ഓഫ് പോസിബിൾ ഇംപ്രൂവ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. സോ ഇത്രയും റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട് SOPL വരുത്താനുള്ള ചെറിയ ചേഞ്ചസുകൾ. ഒന്ന്, requiring and EBIT ആസ് എ സബ് ടോട്ടൽ. ഓക്കെ, ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ SOPയിൽ നോക്കുകയാണെങ്കിൽ 2 സബ് ടോട്ടൽ ഉള്ളതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം. അതാണ് നമ്മുടെ 2 മെയിൻ സബ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പറയുകയാണ് ഒരു സബ് ടോട്ടലും കൂടെ വയ്ക്കുക, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, സോ പ്യുവർലി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതെല്ലാം ചെയ്തതിന് ശേഷമുള്ള സബ് ടോട്ടൽ
അത് സെപ്പറേറ്റ്ലി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ സെപ്പറേറ്റ്ലി ഒരു ലൈൻ ഐറ്റമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. സോ ദാറ്റ് ദ യൂസർ വിൽ ബി ഗെറ്റിംഗ് മോർ ഐഡിയ, കമ്പനിയുടെ നോർമൽ ഓപ്പറേഷനിൽ നിന്ന് ആക്ച്വലി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു ക്ലിയർ പിക്ചർ യൂസേഴ്സിന് കിട്ടും. സിമിലർലി റിക്വയറിംഗ് ആൻ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി. സോ നമ്മൾ നോർമലി ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് എല്ലാം നമ്മൾ PBT ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് പിന്നെ എല്ലാ ഇൻകമും എക്സ്പെൻസും വെറുതെ ഡംപ് ചെയ്താൽ ചെയ്യും. അപ്പം അങ്ങനെ വെറുതെ ഡംപ് ചെയ്യാതെ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഹെഡ് കൊടുക്കുക, ദാറ്റ് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻകമും എക്സ്പെൻസുകളും സെപ്പറേറ്റ്ലി ചെയ്യും. സെപ്പറേറ്റ്ലി SOP-നകത്ത് തന്നെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. സോ അഗെയിൻ they will be getting a better picture. They will be classifying, they can classify between എത്രയാണ് ആക്ച്വലി ഓപ്പറേറ്റിംഗിൽ നിന്ന് വന്ന ഇൻകമും എക്സ്പെൻസും എത്രയാണ് ഇൻവെസ്റ്റിംഗിൽ നിന്ന് വന്ന ഇൻകമും എക്സ്പെൻസും, അതായത് ക്ലിയർ ആയിട്ട് സ്പ്ലിറ്റ് ഔട്ട് ചെയ്യും. Similarly, providing guidance on presentation of management performance measure. That is, ഇപ്പം ഒരുപാട് റേഷ്യോസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. റേഷ്യോ അനാലിസിസ് ചെയ്യാൻ വേണ്ടി വിൽ ബി കാൽക്കുലേറ്റിംഗ് ടൺസ് ഓഫ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഇൻവെസ്റ്റർ റേഷ്യോസ്, എക്സെട്ര. സോ ഒരുപാട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഈ റേഷ്യോസ് നമ്മൾ അഗെയിൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് സ്പെസിഫിക്കലി ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. EPS-നുണ്ട്, EPS-ന് സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് IAS 33. ബട്ട് അല്ലാതെ നമ്മൾ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ROC അല്ലെങ്കിൽ ROI ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ യൂസേഴ്സിന് ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ പ്രിപ്പയറേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പല രീതിയിലും ചിലപ്പം ഈ ഫോർമുലാസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരും, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ക്ലിയർ കട്ട് ഗൈഡൻസ് ഓൺ കാൽക്കുലേറ്റിംഗ് ദാറ്റ്, ക്ലിയർ കട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ട് അവരുടേതായ രീതിയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു ഇഷ്യൂ അവരിപ്പോൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റാൻഡേർഡ്, ഈ റേഷ്യോസിനൊക്കെ ഒരു പ്രത്യേകം സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഗൈഡൻസ് കിട്ടും. ആൻഡ് ഓൾസോ ഈ ഗൈഡൻസിനകത്ത് ക്ലിയർലി നമുക്ക് യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ റേഷ്യോസും ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ യൂസേഴ്സിനും കിട്ടും. ആൻഡ് ഓൾസോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എല്ലാ പേരും ഈ സ്റ്റാൻഡേർഡ്, എല്ലാ പ്രിപ്പയറേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഈ സ്റ്റാൻഡേർഡ്സുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. സോ അതിന് ഒരു പുതിയ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്താലോ എന്നുള്ളൊരു പ്രപ്പോസലും ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിമിലർലി ബെറ്റർ വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് OCA. OCAക്കകത്ത് മെയിൻലി നമ്മുടെ അസറ്റ്സിലും ലയബിലിറ്റീസിലും ഉണ്ടാകുന്ന മൂവ്മെന്റ്, ദാറ്റ് ഇസ് കറണ്ട് മൂവ്മെന്റ്, കറണ്ട് കോസ്റ്റിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്, കറണ്ട് വാല്യൂയിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് നോർമലി നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് OCAയിലാണെന്ന് പറഞ്ഞു. P&L അക്കൗണ്ട് ചെയ്യുന്നത് OCAയിലാണ് അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത്, അസറ്റ് റീവാല്യൂ ചെയ്യുന്ന സമയത്ത് അസറ്റിന്റെ വാല്യൂ, കറണ്ട് വാല്യൂലുള്ള ചേഞ്ച് വരുന്ന ആ ഗെയിൻ നമ്മൾ കൊണ്ടുപോകുന്നത് OCAയിലാണെന്ന് പറഞ്ഞു. ഓക്കെ. ആൻഡ് ഓരോ സ്റ്റാൻഡേർഡിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചില സ്റ്റാൻഡേർഡുകളിൽ OCAയിൽ കൊണ്ടുപോകുന്ന കാര്യം ദെൻ ഇറ്റ് വിൽ ബി റീക്ലാസിഫൈഡ് ടു P&L. ചില സ്റ്റാൻഡേർഡിനകത്ത് പറയുന്നുണ്ട് OCAക്കകത്തുള്ള കാര്യം ഇറ്റ് ഷുഡ് ബി റീക്ലാസിഫൈഡ് വിത്തിൻ ഇക്വിറ്റി ഇറ്റ്സെൽഫ്. സോ പല സ്റ്റാൻഡേർഡ് പല രീതിയിലാണ് ആക്ച്വലി ഇത് അഡ്രസ് ചെയ്യുന്നത്. സോ ഇത് കുറച്ചും കൂടെ ഒന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഈ OCAക്കകത്ത് എങ്ങനെയൊക്കെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യവും അഗെയിൻ ദ ബോർഡ് ഹാസ് പ്രപ്പോസ്ഡ്. ഓക്കെ. സോ ഇതെല്ലാമാണ് ബോർഡ് ഇപ്പോൾ പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസേഴ്സിന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അലോങ് വിത്ത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാന്നുള്ള കുറച്ച് പ്രപ്പോസൽ സ്റ്റാൻഡേർഡ് പറയുന്നത് ഈ കാര്യങ്ങൾ. Then in business combination there has been ED, പക്ഷെ അത് കുറച്ച് ഓൾഡ് ആയിട്ടൊരു ED ആണ്. സോ അത്രയും മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല എസ്പെഷ്യലി ഫോർ ദീസ് സിറ്റിംഗ്സ്, ബിക്കോസ് 2016 പബ്ലിഷ് ചെയ്തൊരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ. സോ ഇവിടെ ബോർഡ് പറയുന്നുണ്ട് നമ്മുടെ IFRS 3 ബിസിനസ് കോമ്പനീഷൻ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിന് ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ അൺക്ലിയർ ആണ്. സോ ആ ഡെഫിനേഷനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തു. ബോർഡ് പറയുന്നുണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. സോ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസേഴ്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്
കുറച്ചും കൂടെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും നമ്മൾ അക്വയർ ചെയ്തത് ഒരു ബിസിനസ് ആണോ അല്ലയോ എന്നുള്ളത്. അക്വയർ ചെയ്ത ഒരു ബിസിനസ് ആണെങ്കിൽ മാത്രം നമ്മൾ കൺട്രോൾ ഉണ്ടെങ്കിൽ അക്വയർ ചെയ്ത ബിസിനസ് അതിന് മേൽ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ കൺസോളിഡേറ്റ് ചെയ്താൽ മതി. അപ്പം ഇവിടെ അക്വയർ ചെയ്ത ബിസിനസ് ആണോ അല്ലയോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് കോമ്പിനേഷൻ. സോ ഇപ്പോഴത്തെ നോർമൽ ഡെഫിനിഷനിൽ അല്ലാതെ, ബിസിനസിന്റെ ഡെഫിനിഷൻ അല്ലാതെ അഡീഷണൽ ആയിട്ട് 2 കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് a set of activities that currently produces no output is only a business if it includes an organized workforce able to convert another acquired input into an output. So business process in ippurthe definition aathu parayna 3 levels undu. That is, there should be an input. ആ ഇൻപുട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സ് വേണം. ആ പ്രോസസ്സ് ചെയ്തൊരു ഔട്ട്പുട്ട് വരും. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആക്ടിവിറ്റി നമുക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. So there should be an input, there should be a process, and there should be an output. Okay, so നമ്മളൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി അക്വയർ ചെയ്തു. ആക്ടിവിറ്റി കറന്റ് ഔട്ട്പുട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കുറെ അസറ്റുകളുണ്ട്. ലെറ്റ്സ് നമ്മളൊരു ഫാക്ടറി അക്വയർ ചെയ്ത് കറന്റ് ആ ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ആ ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് അല്ല. ഒരു മാനേജ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു വർക്ക് ഫോഴ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ അക്വയർ ചെയ്ത ഫാക്ടറിന്റെ ഒരു ബിസിനസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സിമ്പിൾ ആയിട്ട് അസറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മളൊരു ഫാക്ടറി അക്വയർ ചെയ്തു. സോ അവിടെ സെറ്റ് ഓഫ് അസറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഓൾറെഡി അക്വയർ ചെയ്ത സമയത്തും ഒരുപാട് എംപ്ലോയീസുകൾ ഉണ്ടായിരുന്നു, വർക്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വർക്ക് ഫോഴ്സ് ആക്ച്വലി ഇപ്പൊ നമുക്ക് ആ വർക്ക് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോസസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി ഒരു വർക്ക് ഫോഴ്സ് അവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്വയർ ചെയ്ത ഫാക്ടറിനെ ഒരു ബിസിനസ് ആണെന്ന് പറയാം. Okay, so it's only a business if it includes an organized workforce that is able to convert another acquired input into an output. Okay, so acquire കാര്യത്തിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കാനുള്ള ആ പ്രോസസ്സ് അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ആ പ്രോസസ്സ് ഓൾറെഡി നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിസിനസ് എന്ന് പറയാം, ഇല്ല എങ്കിൽ അതിന്റെ ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല. Similarly, a transaction is not a business combination if substantially all of the fair value of the total asset acquired is concentrated in a single asset or a group of similar asset. Okay, 2 എക്സാമ്പിൾ വന്നിരിക്കുന്നത്. ഒന്ന് സിംഗിൾ അസറ്റിന്റെ കേസ് ലൈസൻസ് ആണ്. സോ നമ്മുടെ ലൈസൻസ് അക്വയർ ചെയ്തു. പ്ലസ് നമുക്ക് മൈനിങ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് പ്രകാരം വി ക്യാൻ മൈൻ ഫോർ 5 years on a particular land that is under the control of the government. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പം ആ പേയ്മെന്റ്, ആ പർച്ചേസ് കൺസിഡറേഷൻ ചെയ്ത അല്ലെങ്കിൽ കൺസിഡറേഷൻ പേ ചെയ്തത് ആ ലൈസൻസ് 5 years യൂസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. നമ്മൾ ആ പേ ചെയ്ത കൺസിഡറേഷൻ വി ആർ ഗിവിംഗ് ഇറ്റ് ടു എ സിംഗിൾ അസറ്റ്, ദാറ്റ് ഇസ് എ ലൈസൻസ്. മൈനിങ് ലൈസൻസിനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അക്വയർ ചെയ്ത ലൈസൻസിനെ നമുക്കൊരു ബിസിനസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ലൈസൻസിന് നമ്മൾ സിംപിളി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതൊരു മൈനിങ് ബിസിനസ് ആണെന്ന് പറഞ്ഞ് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ നമ്മളൊരു സിംഗിൾ അസറ്റ് അക്വയർ ചെയ്യുക ചെയ്യുന്നു. സിമിലർലി നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റ്സ് ഒരു സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് അസറ്റ് ആണെങ്കിൽ, ദാറ്റ് ഇസ് ഇവിടെ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ 5 plots ഓഫ് ലാൻഡ്. സോ സിമിലർ ആയിട്ടുള്ള ഇപ്പം 5 സെന്റുള്ള ഒരു 5 പ്ലോട്ട് ഓഫ് ലാൻഡാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിലും അതിന് നമുക്ക് നോർമൽ അസറ്റ് ആയിട്ട് പറയാൻ പറ്റും, അതിനൊരു ബിസിനസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവിടെ ഒരു ഇൻപുട്ട് ഇല്ല, ഔട്ട്പുട്ട് ഇല്ല, പ്രോസസ്സും ഇല്ല. Okay, so that also will not be treated as a business. നമ്മൾ നോർമൽ ആയിട്ട് അസറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യും ആസ് പെർ IAS 16 അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ IAS 40 പ്രകാരം ആ ലാൻഡിന് അക്കൗണ്ട് ചെയ്യും. Right? Then next important thing is debt and equity. Debt and equity ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ആ ഒരു ഇഷ്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതിന് ഒരു ഡിസ്കഷൻ പേപ്പർ. സോ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഡിസ്കഷൻ പേപ്പർ ആയിട്ടേ ഉള്ളൂ. അത് എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആക്കിയിട്ടില്ല. എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആക്കി അത് ഫൈനലി അപ്രൂവ് ചെയ്താൽ മാത്രമേ ഫൈനലി അത് നമ്മുടെ സ്റ്റാൻഡേർഡിനകത്ത് വരത്തുള്ളൂ. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഡിസ്കഷൻ പേപ്പർ റൈറ്റ് നൗ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വിത്ത് റെഫറൻസ് ടു IAS 32. അപ്പോൾ IAS 32 നമ്മൾ പ്രസന്റേഷനാണ് പറയുന്നത്. അവിടെ നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ്സിനെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിനെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. കൂടാതെ എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ അസറ്റിനെ ഫിനാൻഷ്യൽ
ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നുള്ള പ്രസന്റേഷൻ കാര്യങ്ങളും അഡ്രസ് ചെയ്യുന്നത് ഈ IAS 32-ലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ആക്ച്വലി ഒരു ഇക്വിറ്റി ആണോ ഒരു കാര്യം, ഒരു ലൈബിലിറ്റി ആണോ, ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആണോ എന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ക്ലിയർ കട്ട് ആയിട്ടുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. വേഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയാണ് അതൊരു ഇക്വിറ്റി ആണോ അതോ ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആണോ. Okay, so there is actually an absence of clear rationale or guidance with respect to what constitutes as liability or equity. Because equity and liability നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസ് വരും. ബിക്കോസ് രണ്ടും സെപ്പറേറ്റ് രീതിയിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലൈബിലിറ്റി ആണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി ലൈബിലിറ്റി റീമെഷർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ normally it will go to statement of profit or loss. Whereas ഇക്വിറ്റിയിലുള്ള ഐറ്റം നമ്മൾ റീമെഷർ ചെയ്യുകയാണെങ്കിൽ it will go to statement of changes in equity. Okay, so അക്കൗണ്ട് ചെയ്യുന്നത് കാര്യങ്ങളായിരുന്നാലും സബ്സിക്വന്റ് പീരിയഡിലെ റീമെഷർമെന്റ് ആയിരുന്നാലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. Similarly, equity, liability, നമ്മൾ രണ്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് SOFP-ക്കകത്ത് സെപ്പറേറ്റ്ലി ആ ചെയ്യുന്നത്. ഇക്വിറ്റി ഈസ് അക്കൗണ്ടഡ് അണ്ടർ എ സെപ്പറേറ്റ് ഹെഡ്. ഇക്വിറ്റി എന്ന് പറഞ്ഞ ഹെഡിനകത്താണ് നമ്മൾ ഇക്വിറ്റി പോർഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. സിമിലർലി ലൈബിലിറ്റി എന്ന് പറഞ്ഞ ഹെഡ് കൊടുത്തിട്ടാണ് നമ്മുടെ നോൺ കറന്റ് ലൈബിലിറ്റീസും കറന്റ് ലൈബിലിറ്റീസും റെക്കോർഡ് ചെയ്യുന്നത് സെപ്പറേറ്റ്ലി. സോ രണ്ടും സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു ഐഡന്റിഫൈ സെപ്പറേറ്റ്ലി ഇറ്റ്സെൽഫ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ ദ ക്ലാസിഫിക്കേഷൻ of those items. Therefore, it is very much important to identify ഏതാണ് ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റി, ഏതാണ് ഒരു ഇക്വിറ്റി എന്നുള്ളത്. സോ ഇപ്പം അതിനൊരു വലിയ ക്ലിയർ കട്ട് ആയിട്ടുള്ള ക്രൈറ്റീരിയാസോ റൂളോ ഒന്നും സ്റ്റാൻഡേർഡ് പറയുന്നില്ല. ഓക്കെ, സോ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷനുള്ള കോൺസിക്വൻസസ് ഒന്ന് ഇക്വിറ്റിയും ലൈബിലിറ്റിയും രണ്ട് പോർഷൻ ഓഫ് SOP-ലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിമിലർലി സബ്സിക്വന്റ് റീമെഷർമെന്റ്, ചേഞ്ച് ഇൻ ക്യാരിങ് എമൗണ്ട് ഓഫ് ലൈബിലിറ്റി നമ്മൾ നോർമലി SOP അല്ല പോകുന്നത്. വെറാസ് ഇക്വിറ്റിയിലുള്ളത് ഇറ്റ് വിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ദാറ്റ് ഇസ് വിത്തിൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിക്കകത്തായിരിക്കും പോകുന്നത്. ആൻഡ് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആണെങ്കിൽ അതിന് ഒരുപാട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. ഇതിനൊരു ഡിസ്ക്ലോഷറിന് സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് തന്നെയാണ്. IFRS 7 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് തന്നെയുണ്ട് ഫിനാൻഷ്യൽ ലൈബിലിറ്റീന്റെ ഡിസ്ക്ലോഷേഴ്സ് റിലേറ്റ് ചെയ്തിട്ട്. വെറാസ് ഇക്വിറ്റി കമ്പയർ ചെയ്യണമെങ്കിൽ ഇക്വിറ്റിക്ക് അത്രയും ഡിസ്ക്ലോഷേഴ്സ് വരത്തില്ല compared to a financial liability. So it is very much important we need to classify whether it is a liability or an equity. Okay, so ഇവിടെ ഇപ്പോൾ ബോർഡ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഇപ്പോൾ ഇതുവരെ നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതൊരു അസറ്റ് ആണോ ലൈബിലിറ്റി ആണോ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് പറയുന്നത് നമുക്ക് ആ ഇൻഡിക്കേഷൻസ് വെച്ചാൽ പോരാ. ബിക്കോസ് ഇൻഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജഡ്ജ്മെന്റ് യൂസ് ചെയ്യാം. ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം അതൊരു അസറ്റ് ആണോ ലൈബിലിറ്റി ആണോ, ഇക്വിറ്റി ആണോ ലൈബിലിറ്റി ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ ആക്ച്വലി സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രം പോരാ, ബട്ട് ഇതൊരു ക്രൈറ്റീരിയ ആക്കണം അല്ലെങ്കിൽ റൂൾ ആക്കണം. എന്നാൽ മാത്രമേ പ്രിപ്പയറേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത് കറക്റ്റ്ലി ഫോളോ ചെയ്തു. മേജർ ചേഞ്ചസ് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആ ഇൻഡിക്കേറ്റേഴ്സിനെ ഇപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു റൂൾ ആക്കാൻ പോവുക. സോ ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ്. ഓക്കെ, ആൻഡ് ഇവിടെ പറയുന്നത് ലൈബിലിറ്റി, എങ്ങനെ ലൈബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാന്നുള്ള കാര്യം. ലൈബിലിറ്റി ഒരു പെർട്ടിക്കുലർ കാര്യം ലൈബിലിറ്റി ആണോ ഇക്വിറ്റി ആണെന്നുള്ളതിൽ ലൈബിലിറ്റി ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ടൈമിംഗ് ഫീച്ചർ വെച്ച് ഡിറ്റർമൈൻ ചെയ്യാം. ഒന്ന് ടൈമിംഗ് ഫീച്ചർ വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. രണ്ട് എമൗണ്ട് ഫീച്ചർ വെച്ച് ഡിസൈഡ് ചെയ്യും അതൊരു ലൈബിലിറ്റി ആണോ അത് ഇക്വിറ്റി ആണോ. ടൈമിംഗ് ഫീച്ചർ വെച്ചാണെങ്കിൽ ടൈമിംഗ് ഫീച്ചറിൽ പറയുന്നത് ഇറ്റ്സ് എൻ അൺഅവോയ്ഡബിൾ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ട്രാൻസ്ഫർ ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് ടൈം അതർ ദാൻ liquidation. Okay, so ഇവിടെ
ആ ഒരു ലൈബിലിറ്റി ഇത് ലൈബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് എപ്പോഴാണ് മെച്ചുവർ ആകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. ഏത് ടൈമിൽ അത് മെച്ചുവർ ആകും അല്ലെങ്കിൽ ഏത് ടൈമിൽ അത് റീപേബിൾ ആകും എന്നുള്ള കാര്യം വിൽ ബി നോയിങ് ഇറ്റ് ക്ലിയർലി. അങ്ങനെ ക്ലിയർ ആയിട്ട് ടൈമിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ലൈബിലിറ്റി ആയിരിക്കും. സോ അത് മാത്രം പോരാ, ആൻഡ് എന്നാ പറയുന്നത്, ഓറല്ല ആൻഡ് ഈ കാര്യം കൂടെ മീറ്റ് ചെയ്യണം. സോ ടൈമിംഗ് ഫീച്ചർ മാത്രം നോക്കിയാൽ പോരാ, എമൗണ്ട് ഫീച്ചർ നോക്കണം. എമൗണ്ട് ഫീച്ചർ പറയുന്നത് അൺഅവോയ്ഡബിൾ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഫോർ എൻ എമൗണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എൻറ്റിറ്റീസ് അവൈലബിൾ എക്കണോമിക് റിസോഴ്സ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് മെച്യൂർ ആകുന്ന സമയത്ത് കമ്പനിക്കകത്ത് ഇനഫ് റിസോഴ്സസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ബാധ്യത ഉണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ ഡിവിഡൻഡ് നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ, ഈവൻ എഫ് വി ഏൺ എ പ്രോഫിറ്റ് ഓർ നോട്ട്. സോ എൻറ്റിറ്റിക്ക് അവൈലബിൾ ആയിട്ട് എക്കണോമിക് റിസോഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ പോലും എൻറ്റിറ്റി ഹാസ് ടു റേസ് എ ഫണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് സം ഓൾട്ടർനേറ്റീവ് ടു ആക്ച്വലി പേ ദ ഇൻട്രസ്റ്റ് ടു ദ ഡെപ്റ്റ് ഹോൾഡേഴ്സ്. വേറെ ഇക്വിറ്റി ഹോൾഡേഴ്സിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട, റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, സോ ഈ രണ്ട് കാര്യം കൺസിഡർ ചെയ്യണം. ഇവിടെ ആൻഡ് ആണ്, അതുകൊണ്ട് ഈ രണ്ടും മീറ്റ് ചെയ്യണം. ഈ രണ്ടും മീറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു ലയബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇപ്പം ഒന്ന് ടൈം എപ്പോഴാന്നുള്ള അറിയണം സ്പെസിഫിക്കലി, ദാറ്റ് ഈസ് അതർ ദാൻ ലിക്വിഡേഷൻ. സോ ലിക്വിഡേഷന് മുമ്പേ ഉള്ള ഏതെങ്കിലും പീരീഡ് ആയിരിക്കാം. ലിക്വിഡേഷൻ ആകുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നെങ്കിൽ അത് ഇക്വിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ലിക്വിഡിറ്റി ചെയ്യുന്ന കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ആ റീപേയ്മെന്റ് നടക്കുന്നെങ്കിൽ അത് ഇക്വിറ്റിയും ആകാം. ബട്ട് അതും അഗെയിൻ ഇക്വിറ്റിന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. നമുക്ക് നിർബന്ധമായിട്ടും എൻറ്റിറ്റിക്ക് റിസോഴ്സ് ഇല്ല എങ്കിൽ പോലും നമ്മൾ എവിടെന്നെങ്കിലും ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റി ആയിരിക്കും, ഇക്വിറ്റി ആയിരിക്കും. എൻറ്റിറ്റിക്ക് ഉള്ള റിസോഴ്സ് വെച്ച് പേ ചെയ്താൽ മതിയെങ്കിൽ അത് ഒരു ഇക്വിറ്റി ആയിരിക്കും. ഓക്കെ, സോ രണ്ട് കാര്യം, ടൈമിംഗ് ഫീച്ചർ നോക്കുക ആൻഡ് എമൗണ്ട് ഫീച്ചർ നോക്കുക. ഈ രണ്ട് കാര്യം ഇപ്പം ഒരു ഇൻഡിക്കേറ്റർ അല്ല, ഒരു ക്രൈറ്റീരിയ ആക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ബോർഡ് പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് ലയബിലിറ്റി ആണോ ഇക്വിറ്റി ആണെന്നുള്ളത്. ബട്ട് ഇത് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ പ്രോപ്പർലി യൂസ് ചെയ്തെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇതിനൊരു ക്ലിയർ കട്ട് റൂള് പോലെ അല്ലെങ്കിൽ ക്രൈറ്റീരിയ പോലെ ആക്കാനാണ് ബോർഡ് ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നത്. Next important current issue is deferred tax to assets and liabilities arising from a single transaction. And this is very much important because ഇത് recently ആയിട്ട് പബ്ലിഷ് ചെയ്ത എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആണ്. ദാറ്റ് ഇസ് 2019 ലാസ്റ്റ് ഇയറിൽ പബ്ലിഷ് ചെയ്ത 2019 ഫിഫ്ത്ത് ഡോക്യുമെന്റ് ആണ്. സോ സംവാട്ട് ടുവേർഡ്സ് ദ എൻഡ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൻഡ് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. therefore this is very much important. It can be tested in September or December sitting. Okay, so we can see it in details എന്താണ് ഈ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റിനാന്ന് പറയുന്നത്. സോ ഡെഫേർഡ് ടാക്സ് നമുക്കറിയാം, നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ടാക്സ് കോൺസിക്വൻസസ് നമ്മൾ ഇപ്പോഴേ അതിനെ ബുക്ക് ചെയ്യുന്നു. ആൻഡ് മെയിൻലി നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റും അക്രൂവൽ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഇന്നാണ് നടക്കുന്നെങ്കിൽ അതിന്റെ ടാക്സ് ഇമ്പാക്ട് നമ്മൾ ഇന്ന് തന്നെ കാണിക്കണം. സോ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് നമ്മൾ ഇന്ന് തന്നെ മാച്ച് ചെയ്യണം. സോ ആ മാച്ചിങ് കോൺസെപ്റ്റും അക്രൂവൽ കോൺസെപ്റ്റും മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ജസ്റ്റ് എൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. This is not an actual tax that is payable to the tax authorities. Okay, so ഈ accrual concept matching concept comply ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി deferred tax എന്നൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് മെക്കാനിസം ചെയ്യും. Okay, so a company normally recognizes a deferred tax when recovering an asset or settling a liability in the future will have tax consequences. Because ഫ്യൂച്ചറിൽ ഈ ഒരു സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസറ്റ് സെല് ചെയ്യുന്ന സമയത്തോ വാങ്ങിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്തോ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്ന സമയത്തോ ഇഫ് അറ്റ് ഓൾ ദെയർ ഈസ് എനി ടാക്സ് കോൺസിക്വൻസസ്, അങ്ങനെയാണെങ്കിൽ there will be a deferred tax arising. നോർമലി നമ്മുടെ ടെമ്പററി ഡിഫറൻസിനായിരിക്കും ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യും.
ഇവിടെ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡിൽ ദാറ്റ് ഇസ് IAS 12 ഡെഫേർഡ് ടാക്സിനകത്ത് ഒരു റെക്കഗ്നിഷൻ എക്സംഷൻ പറഞ്ഞിട്ടുണ്ട്. ആ റെക്കഗ്നിഷൻ എക്സംഷനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ആ റെക്കഗ്നിഷൻ എക്സംഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ് IAS 12. ദാറ്റ് ഇസ് ആസ് പെർ ദ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ deferred tax liability is not recognized on initial recognition of asset or liability with no SOPL consequences. This is known as recognition exemption. നമ്മൾ ഇനിഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഒരു അസറ്റും ഒരു ലൈബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യണം, ആൻഡ് ആ ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഹാവിംഗ് നോ ഇമ്പാക്ട് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സോ ആ ട്രാൻസാക്ഷൻ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് SOPLനകത്ത് ഒരു ഇമ്പാക്റ്റും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിന് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഈ ഒരു കാര്യത്തിന് മാത്രമാണ് എക്സംഷൻ പറയുന്നത്. ബാക്കി എല്ലാ കാര്യത്തിനും ദർ ഇസ് എ ടെമ്പററി ഡിഫറൻസ് ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഈ ഒരു കാര്യത്തിന് എക്സംഷൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനിഷ്യൽ റെക്കഗ്നിഷൻ ചെയ്യുന്ന സമയത്ത് ആസറ്റോ ലൈബിലിറ്റിയോ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് SOPL ഒരു കോൺസിക്വൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അണ്ടർ ദിസ് റെക്കഗ്നിഷൻ എക്സംഷൻ. പിന്നെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ലീസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് IFRS 16 ലീസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ലെസി അക്കൗണ്ടിങ് ഫോർ ലീസസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസി. സോ ലെസിന്റെ ബുക്കിൽ ഇപ്പം കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലീസിനെയും ഫിനാൻഷ്യൽ ലീസായിട്ട് കൺസിഡർ ചെയ്യണം. എക്സംഷൻ ഉണ്ട്, ലോ വാല്യൂ അസറ്റും ഷോർട്ട് പീരീഡ് അസറ്റ് ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. നമുക്കിപ്പം എല്ലാ ലീസിനെയും ഫിനാൻഷ്യൽ ലീസായിട്ട് കൺസിഡർ ചെയ്യുക. നോർമലി എല്ലാ ലീസിനെയും ഫിനാൻഷ്യൽ ലീസായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് ഫിനാൻഷ്യൽ ലീസായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെസിന്റെ ബുക്കിൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ വിൽ ബി റെക്കഗ്നൈസിങ് എ റൈറ്റ് ടു യൂസ് അസറ്റ് ആൻഡ് എ ലീസ് ലയബിലിറ്റി. സോ റൈറ്റ് ടു യൂസ് അസറ്റും ഒരു ലീസ് ലയബിലിറ്റി ആയിരിക്കും നമ്മൾ ഇനീഷ്യൽ റെക്കഗ്നിഷനിൽ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഇനീഷ്യലി അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തു ഇനീഷ്യൽ റെക്കഗ്നിഷന്, ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു ഇനീഷ്യൽ റെക്കഗ്നിഷൻ. സോ ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എൻ അസറ്റ് ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലയബിലിറ്റി ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് എനി ഇമ്പാക്ട് in the statement of profit or loss. ഈ ഒരു ഇനിഷ്യൽ റെക്കഗ്നിഷൻ ചെയ്യുന്ന സമയത്ത് ഇത് SOPL ഒരു ഇമ്പാക്റ്റും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്ത് ചെയ്യത്തില്ല, ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യത്തില്ല. നോർമലി ഈ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴത്തെ IAS 12 പ്രകാരം ഇപ്പോൾ ഇത് ഒരു എക്സംഷൻ ആണ്, റെക്കഗ്നിഷൻ എക്സംഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലീസിനെ നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യാറില്ല. ബിക്കോസ് ഇനിഷ്യലി ഒരു അസറ്റും ലയബിലിറ്റിയും ക്രിയേറ്റ് ആവുന്നു വിച്ച് ഇസ് ഹാവിംഗ് നോ ഇമ്പാക്ട് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സോ നോ ഡെഫേർഡ് ടാക്സ് വിൽ ബി ക്രിയേറ്റഡ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സബ്സിക്വന്റ് പീരിയഡിൽ ലീസ് പേ ചെയ്യുന്ന സമയത്ത് ഈ റെന്റൽസ് എല്ലാം പോകുന്നത് SOPL ആണ്. റെന്റിന് ആക്ച്വലി ദർ വിൽ ബി എ ടാക്സ് ഇംപ്ലിക്കേഷൻ. ആ റെന്റിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അവിടെ ഒരു ടാക്സ് ഇംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം അവിടെ ഒരു ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ദർ വിൽ ബി എ ടൈമിംഗ് ഡിഫറൻസ്. ഓക്കെ, അങ്ങനെ ടൈമിംഗ് ഡിഫറൻസ് വരികയാണെങ്കിൽ ആക്ച്വലി അവിടെ ഒരു ഡെഫേർഡ് ടാക്സ് വേണം, ഒരു ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ചെയ്യണമായിരുന്നു. ബട്ട് സിൻസ് ഈ ഒരു ഇനീഷ്യൽ റെക്കഗ്നിഷൻ എക്സംഷൻ ഉള്ളത് കൊണ്ട് വി ഹാവ് നോട്ട് റെക്കഗ്നൈസ്ഡ് എനി ഡെഫേർഡ് ടാക്സ് ഇനീഷ്യലി. അപ്പോൾ ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ സബ്സിക്വന്റ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്തില്ല. ആൻഡ് ഇറ്റ് വിൽ ആക്ച്വലി ക്രിയേറ്റ് എ പ്രോബ്ലം. ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ സബ്സിക്വന്റ് പീരീഡ്സിൽ ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യാത്തത് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കമ്പനീൻ്റെ കറണ്ട് ടാക്സ്, കറണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാക്സബിൾ പ്രോഫിറ്റ് എത്രയാണോ ആക്ച്വൽ ടാക്സ് കാൽക്കുലേറ്റ്, ദാറ്റ് ഇസ് ടാക്സബിൾ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ റെലവന്റ് ടാക്സ് റേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് us assume the revenue is constant 120 ആണെന്ന് വെച്ചു, ആൻഡ് എക്സ്പെൻസസ്
100 ആണെങ്കിൽ taxable profit will be 20. Taxable profit will be 20. Okay, so provided that ഇവിടെ വേറെ ചേഞ്ച് ഒന്നും ഇല്ല അസ്യൂം ചെയ്യുക, എല്ലാ വർഷവും 120 100 തന്നെയാണ് റവന്യൂ എക്സ്പെൻസും, ടാക്സബിൾ പ്രോഫിറ്റ് 20 ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ the current tax will be also constant every year. Okay, പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. ബിക്കോസ് ലീസ് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ലീസ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് ആ ലീസ് ലയബിലിറ്റി നമ്മുടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് അമോർട്ടൈസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ദ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എവറി ഇയർ വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ഫിനാൻസ് ചാർജ്. ആൻഡ് ഈ ഫിനാൻസ് ചാർജ് ആക്ച്വലി പോകുന്നത് SOP അല്ല. അപ്പം ഈ ഫിനാൻസ് ചാർജ് SOPയിൽ പോകും. സോ ഓരോ വർഷം കഴിയുമ്പോഴും ആക്ച്വലി എന്ത് സംഭവിക്കും, ഈ ഫിനാൻസ് ചാർജ് കുറയും. ലയബിലിറ്റി, ക്ലോസിംഗ് ലയബിലിറ്റിന്റെ വാല്യൂ കുറയുന്നു. അതുകൊണ്ട് തന്നെ സബ്സിക്വന്റ് പീരീഡിൽ നമ്മുടെ ഫിനാൻസ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് ചാർജും കുറഞ്ഞുകൊണ്ട് വരും. ഓരോ വർഷം ആകുമ്പോൾ കുറഞ്ഞുകൊണ്ട് വരും. സോ ഓരോ വർഷം ഫിനാൻസ് ചാർജ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അക്കൗണ്ടിങ് പ്രോഫിറ്റ് വിൽ ആക്ച്വലി ഇൻക്രീസ് എവറി ഇയർ. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എല്ലാ ഇയറും ഇൻക്രീസ് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ജസ്റ്റ് ഇതൊരു ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ കറന്റ് ടാക്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ പ്രോഫിറ്റ് ചേഞ്ച് ആകുന്നില്ല. ഓക്കെ, സോ ടാക്സബിൾ പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആണ്. സോ ടാക്സബിൾ പ്രോഫിറ്റ് വിൽ ബി ഗോയിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എല്ലാ ഇയറും ടാക്സബിൾ പ്രോഫിറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പോകുന്നത്. വേറാസ് ഈ ലീസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വർഷവും ഫിനാൻസ് ചാർജ് കുറഞ്ഞുകൊണ്ടേ വരും. ലൈബിലിറ്റിന്റെ വാല്യൂ കുറയുന്നു ഓരോ ഇയറും. അതുകൊണ്ട് തന്നെ ഫിനാൻസ് ചാർജ് സബ്സിക്വന്റ് പീരീഡിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. സോ സബ്സിക്വന്റ് പീരീഡിൽ ഫിനാൻസ് ചാർജ് കുറയുന്നു, അതിന്റെ അർത്ഥം പ്രോഫിറ്റ് കൂടുന്നു. സോ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ വർഷവും കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും. സോ അക്കൗണ്ടിങ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് വിൽ ബി ഡിഫറെന്റ് കമ്പയർഡ് ടു ദ കറന്റ് ടാക്സ്. സോ രണ്ട് ഡയറക്ഷനിലാണ് ആക്ച്വലി മൂവ് ചെയ്യുന്നത്. രണ്ട് മൂവ്മെന്റിൽ ആക്ച്വലി ദർ ഇസ് നോ കോറിലേഷൻ ഓർ റിലേഷൻഷിപ്പ്. ഒന്ന് കൂടിക്കൊണ്ടേ പോകുന്നു, മറ്റൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. Okay, so there will be no relationship between these two. So അതുകൊണ്ട് തന്നെ what will happen is that actually our effective tax ഓരോ വർഷം ആകുമ്പോഴും കുറഞ്ഞു വരും. Okay, so this is the accounting tax. This is the actual current tax. നമ്മളിപ്പോൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. മറ്റേ ഡെഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കറന്റ് ടാക്സുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോയേനെ. ഇവിടെ ഡെഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തത് കൊണ്ട് ഇത് ഇൻക്രീസിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും ആക്ച്വൽ ടാക്സ്. ബിക്കോസ് ഓരോ വർഷത്തെ ഫിനാൻസ് ചാർജും കുറയുന്നു, പ്രോഫിറ്റ് കൂടും. നമ്മൾ ഡെഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. Whereas if we would have done the deferred tax adjustment, ഈ ഇഷ്യൂ വരത്തില്ല. ഈ കറന്റ് ടാക്സിനെ പോലെ തന്നെ അക്കൗണ്ടിങ് ടാക്സ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ മേക്കിംഗ് ദ ഡെഫേർഡ് ടാക്സ് മൂവ്മെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആയി പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എഫക്റ്റീവ് ടാക്സിന് ഇമ്പാക്ട് ചെയ്യത്തില്ല, ഇങ്ങനെ ഫോൾ ആകത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വരും നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. IAS 12 പ്രകാരം പറയുന്നതിൽ ഇപ്പം ഈ ഇനീഷ്യൽ എക്സംഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരും. ഓക്കെ, അപ്പം ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇമ്പാക്ട് അവർ അക്കൗണ്ടിങ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്റ്റാൻഡേർഡ് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇസ് പ്രപ്പോസിംഗ് ദാറ്റ് standard is proposing that the board is proposing amendments to require a company to recognize deferred tax for temporary differences that arises on such transaction. Okay, the board also noted the recognition exemption is not needed for the transaction that give rises both to an asset or liability. So board ipam
ഡിറ്റർമൈൻ ചെയ്തു, അതായത് ഈ ഒരു എക്സംഷൻ്റെ ഒരു ആവശ്യമില്ല. ടെമ്പററി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാലേ അവിടെ മാച്ചിങ് കോൺസെപ്റ്റ് വരത്തുള്ളൂ, എന്നാലേ അക്രൂവൽ കോൺസെപ്റ്റ് പ്രോപ്പർലി അപ്ലൈ ആകത്തുള്ളൂ, കറണ്ട് ടാക്സും അക്കൗണ്ടിങ് ടാക്സും ഇൻ ലൈൻ മൂവ് ചെയ്യത്തുള്ളൂ, അൾട്ടിമേറ്റ്ലി ആവറേജ് ടാക്സിന്, അതായത് നമ്മുടെ എഫക്റ്റീവ് ടാക്സ് നോർമലി പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സംഷൻ റിമൂവ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ ബോർഡിന്റെ പ്രപ്പോസൽ. സോ സബ്സിക്വന്റ് പീരിയഡ്സിൽ ചിലപ്പം കമ്മിങ് ഇയേഴ്സിൽ ഈ ഒരു പെർട്ടിക്കുലർ റെക്കഗ്നിഷൻ എക്സംഷൻ മൈറ്റ് ബി റിമൂവ് ഫ്രം ദ IAS ടൂൾ. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ ടെമ്പററി ഡിഫറൻസിനും നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. Okay, and this will actually eliminate the issue of that particular difference. Okay, so these are some of the basic ആയിട്ടുള്ള ഡിസ്കഷൻ പേപ്പറും എക്സ്പോഷർ ഡ്രാഫ്റ്റും സം പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ്സിലും ഉള്ള കുറച്ച് കറണ്ട് ഇഷ്യൂസ്, ഓൾറെഡി ഉള്ള ബാക്കി കുറച്ച് കറണ്ട് ഇഷ്യൂസ് ഉണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു IAS 19 മാനേജ്മെന്റ് കമന്ററി. അതെല്ലാം കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ യുവർ ടെക്സ്റ്റ്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. സോ ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള കറണ്ട് ഇഷ്യൂസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ 2 അതർ ഇഷ്യൂസ് ഉണ്ട്. അതിന് വേറെ ഡിസ്കഷൻ പേപ്പറോ എക്സ്പോഷർ ഡ്രാഫ്റ്റോ ഒന്നും സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഇപ്പോഴത്തെ അക്കൗണ്ടിങ്ങിൽ വരുന്ന പുതിയ റെവല്യൂഷണറി ചേഞ്ച് ആണ്. ദാറ്റ് ഇസ് ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് ക്രൗഡ് ഫണ്ടിങ്. ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോസിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസിന്റെ ട്രാൻസാക്ഷൻസും ഒരുപാട് ക്രൗഡ് ഫണ്ടിങ്ങും ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിന് ഇതുവരെ ഒരു സ്റ്റാൻഡേർഡുകളും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ ക്രൗഡ് ഫണ്ടിങ്ങും ക്രിപ്റ്റോ കറൻസീസും എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, എങ്ങനെയാണ് അതിനെ അക്കൗണ്ട് ചെയ്യാനുള്ളത്, അതിനെന്തൊക്കെയാണ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സോ ആ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതിനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അവിടെ ക്രിപ്റ്റോ കറൻസീസിന്റെ അക്കൗണ്ടിങ്ങും ആൻഡ് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ അക്കൗണ്ടിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് വേറെ നിങ്ങളുടെ കൂടെ ചെയ്യുന്ന ഫ്രണ്ട്സ് SBRs ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കറണ്ട് ഇഷ്യൂ ടോപ്പിക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഹാൻഡ് ഔട്ട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, സോ ഫൈൻ, താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ ആൻഡ് എക്സാം.